ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ജനറൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ പേരും ജനറലിലാണ് യാത്ര ചെയ്യുന്നത്. അതുമാത്രമല്ല, ജനറൽ ടിക്കറ്റ് നമ്മളെ സ്റ്റേഷനിൽ പോയിട്ടാണ് കൂടുതൽ പേരും എടുക്കുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം, സ്റ്റേഷനിൽ പോലും പോവാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ജനറൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്, അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത്, ഫോൺ എടുക്കുക, അതിന് ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് യൂട്യൂബ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൂടെ തന്നെ ഈ ഐക്കണുള്ള ഒരു ആപ്പ് വരുന്നതായിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് അത് ലോഗിൻ ചെയ്യുക. വളരെ സിമ്പിളാണ്. OTP വരുന്നതായിരിക്കും. ആ ഒരു OTP കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. എന്നിട്ട് നിങ്ങൾക്കൂടെ മുകളിൽ കാണാൻ പറ്റും ജേർണി ടിക്കറ്റ്, QR ബുക്കിംഗ്, ക്വിക്ക് ബുക്കിംഗ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ്, അതുപോലെ സീസൺ ടിക്കറ്റ് എന്നൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ജേർണി ടിക്കറ്റ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, താഴെ ഒരു ബോക്സ് കാണാൻ പറ്റും നോർമൽ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അവിടെ രണ്ട് ഇത് കാണാൻ പറ്റും, ഓപ്ഷൻ കാണാൻ പറ്റും. ബുക്ക് ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞിട്ടും ബുക്ക് ആൻഡ് പ്രിൻ്റർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബുക്ക് ആൻഡ് ട്രാവൽ ക്ലിക്ക് ചെയ്യുക, അതായത് പേപ്പർലെസ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് പേപ്പർലെസ് ആണ് വേണ്ടത്. പേപ്പർ ആണെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം അത് പ്രിൻ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പേപ്പർലെസ് ആണ് വേണ്ടത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ കാണാൻ പറ്റും ഡിപ്പാർട്ട് ഫ്രം എന്ന് കാണാൻ പറ്റും, ഗോയിങ് ടു എന്ന് കാണാൻ പറ്റും. നിങ്ങൾ ഡിപ്പാർട്ട് ഫ്രം എന്നതിൽ നിങ്ങൾ എവിടെ നിന്നാണ് കയറുന്നത് ആ ഒരു സ്റ്റേഷൻ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എന്തായാലും വാസ്കോ ഡ ഗാമ എന്ന് കൊടുക്കുന്നുണ്ട്, ഗോവ. എന്നിട്ട് ഗോയിങ് ടു സ്റ്റേഷൻ ഇവിടെ കാണാൻ പറ്റും, അത് ഞാൻ KSR ബാംഗ്ലൂർ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും താഴെയായിട്ട്. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലവും ഡെസ്റ്റിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഗെറ്റ് ഫെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് തന്നെ അഡൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടിക്കറ്റാണ് വേണ്ടത് ആ ഒരു ടിക്കറ്റ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 എന്നാണ് കൊടുത്തത്. അതിനുശേഷം ഇവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ UPI ഡെബിറ്റ് കാർഡ് എന്ന് ആ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. ഇവിടെ വളരെ സിമ്പിളാണ്. ഇവിടെ ഞാനിപ്പോൾ കാണാൻ പറ്റും സോഴ്സ് സ്റ്റേഷൻ വാസ്കോ ഡ ഗാമ കൊടുത്തിട്ടുണ്ട്, ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ KSR ബാംഗ്ലൂർ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് ടൈപ്പ് ഇവിടെ കാണാൻ പറ്റും സെക്കൻഡ് ക്ലാസ് ആണ്, അതായത് ജനറൽ നമ്മൾ ബുക്ക് ചെയ്യുകയാണ്. ഇനി ചെയ്യേണ്ടത്, ഇവിടെ ടോട്ടൽ ഫെയർ 215 അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേഷൻ വെക്കുന്നു അതിനനുസരിച്ച് ഇവിടെ ഫെയർ ചേഞ്ചിങ് ഉണ്ടാകും, വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ എന്നിട്ട് ബുക്ക് ടിക്കറ്റ് എന്ന് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റിൽ ഓപ്ഷനിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് 3 ഓപ്ഷൻ ഇവിടെ വരുന്നതായിരിക്കും. നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പാൽ, GPay ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾ തിരിച്ച് ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ബാക്ക് വരിക. എന്നിട്ട് മെയിൻ പേജിൽ വന്നതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും ബുക്കിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റിൻ്റെ ഹിസ്റ്ററി കാണാൻ പറ്റും. ആ ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ ഈ UTS എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് അൺറിസർവ്ഡ് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ മാക്സിമം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.